ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ പൂജ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയും തോരനുമാണ്. അതും വെറും 5 മിനിറ്റിൽ. മുരിങ്ങ ഇല കൊണ്ട് തന്നെയാണ് ഈ കറിയും തോരനും നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇലക്കറി എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇതുപോലുള്ള അയ്യോ നിലവിളികൾ കേൾക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് കേട്ടോ. വീട്ടിൽ കുട്ടികളോ അല്ലെങ്കിൽ ഹസ്ബൻഡോ ആരെങ്കിലുമൊക്കെ ഇലക്കറി എന്ന് പറയുമ്പോഴേക്കും അയ്യോ എനിക്ക് വേണ്ടേ എന്ന് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് പറഞ്ഞു തരുന്ന പോലെ കറിയും തോരനും വെക്കുകയാണ്. അത് ഏത് ഇലക്കറി വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെല്ലാവരും നല്ല ആസ്വദിച്ച് ഇലക്കറികൾ കഴിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ വേഗം കിച്ചണിലേക്ക് പോയിട്ട് ഉണ്ടാക്കാം ഇന്നത്തെ മുരിങ്ങ ഇല കറിയും തോരനും. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടത്? വേഗം ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ബെൽ ഐക്കണും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം, എങ്കിലേ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ കിച്ചൺ. അപ്പോൾ ആദ്യം നമുക്ക് മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു, അതിലേക്ക് കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ടിട്ട്, ഞാനിതിൽ മുളകിടുന്നില്ല, മുളക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം, ഞാൻ ഇട്ടിട്ടില്ല. അതിലേക്കൊരു 2-3 കൈപ്പിടി മുരിങ്ങയിലയാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് മുരിക്കണം കേട്ടോ. നമുക്ക് കൂട്ടാനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല കുറച്ച് പച്ച നിറത്തിൽ കിടന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് മുരിക്കുന്നതായിരിക്കും ടേസ്റ്റ്. പിന്നെ ഇത് പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന രീതിക്ക് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുന്ന വേണം. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട്, അല്ല ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, സോറി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. പിന്നെ ഒരു അര മുറി തേങ്ങയുടെ മുക്കാഭാഗം, മുഴുവൻ എടുത്തിട്ടില്ല, മുക്കാഭാഗം എടുത്തിട്ട് അതിലേക്ക് ഒരു പച്ചമുളകും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ആദ്യം. അതിനുശേഷം നമ്മുടെ ഈ മൊരിച്ച് വച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയില അതിലേക്ക് അങ്ങ് ഇടുക. ഇട്ട് കഴിഞ്ഞിട്ട് അറിയാലോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പക്ഷേ ഒന്ന് ചതച്ചെടുത്താൽ മതി. 1, 2, 3 തവണ ഒന്ന് കറക്കിയെടുക്കുമ്പോഴേക്കും ഇതുപോലെ സംഭവം റെഡിയാവും. അതിനുശേഷം നമ്മൾ നമ്മുടെ ഇല വഴറ്റിയ അതേ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ തേങ്ങയും പിന്നെ മുരിങ്ങയിലയും കൂടെ ചതച്ച ആ ഒരു സംഗതി അതിലേക്ക് ഇടുക. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വേറെ ആയിട്ട് കിട്ടണം. ആ ഒരു പാകം വരെ ഒന്ന് വഴറ്റിയാൽ മതി. വെറുന്നുള്ളൊരു രീതിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ തോരൻ ഇതുപോലെ റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളായാലും ശരി വലിയവരായാലും ശരി ഇലക്കറി ഇഷ്ടമല്ലാത്ത ആരും പറയില്ല ഞങ്ങൾക്കിത് വേണ്ടാന്ന്. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ മുരിങ്ങയില കറി ഉണ്ടാക്കാം, കൂട്ടാൻ ഉണ്ടാക്കാം. ഓക്കെ, കഴിഞ്ഞവിടെ നമ്മൾ മുരിങ്ങയില കൂട്ടാൻ ഉണ്ടാക്കിയിരുന്നു, പക്ഷേ അത് വേറൊരു രീതിയാണ്, ഇത് വേറൊരു രീതിയാണ്. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഇല അതിലേക്കിട്ടു. ഇല നമ്മൾ തോരനുണ്ടാക്കിയ പോലെ നന്നായിട്ട് മുരിഞ്ഞ് വരണ്ട, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഇതിലേക്ക് ഉപ്പും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, മൊരിച്ചെടുക്കണ്ട. അങ്ങനെ ഇട്ടതിന് ശേഷം നേരത്തെ നമ്മൾ തേങ്ങ ചതച്ച പോലെ ചതച്ചിട്ട് അതിലേക്ക് വലിയൊരു സ്പൂൺ തൈര് ചേർക്കണം. കഴിഞ്ഞോടെ നമ്മൾ ചെറിയ സ്പൂൺ ഒരു മീഡിയം സ്പൂണാണ് ഇട്ടത്. പക്ഷേ ഇത്തവണ നമ്മൾ വലിയൊരു സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, എരിവ് വേണ്ടവർ സാധാരണ മുളക് പൊടിയും അല്ലാത്തവർ കാശ്മീരി ചില്ലിയും ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഇല ഇടുക. ആ ചെറിയ നാരൊക്കെ കണ്ടതൊക്കെ നന്നായിട്ട് അരഞ്ഞു പൊക്കോളും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒരു അരപ്പാണ് കിട്ടുക. ഇതൊരു തിക്കായിട്ടുള്ള അരപ്പാണ്. അപ്പോൾ ഇതിനെ ലൂസായിട്ടൊരു കൂട്ടാൻ പരുവാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇല വഴറ്റിയ അതേ പാത്രത്തിൽ ഒരു 2 കപ്പ് അല്ലെങ്കിൽ 3 കപ്പ്, നിങ്ങൾ എത്ര പേരുണ്ടോ അതിനനുസരിച്ച് വെള്ളം എടുക്കുക കേട്ടോ. വെള്ളം എടുത്തിട്ട് അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ അരപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഇളക്കിയെടുക്കുക. വല്ലാണ്ട് വെട്ടി തിളയ്ക്കരുത്, അങ്ങനെ തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോവും.
അപ്പോൾ ഒന്ന് തിള വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മുടെ കൂട്ടാൻ റെഡിയാണ്. ഇതിലേക്ക് ഇനി നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ വറുത്തിടാം, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. ഞാനിപ്പോൾ തൽക്കാലം വറുത്തിടാതെ ഇതുപോലെ തന്നെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ മുരിങ്ങയില കറിയും തോരനും വെക്കുന്ന ഒരു രീതി? ഇഷ്ടപ്പെട്ടില്ലേ? ഒരു വെറൈറ്റി അല്ലേ? തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർമ്മയിലെ സ്വാദുകൾ എന്നുള്ളൊരു സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിലാണ് നമ്മൾ ആദ്യമായിട്ട് മുരിങ്ങയില കൂട്ടാൻ അത് വെച്ചത്. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു അവരുടെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയിലുള്ള സംഗതിയാണ്, അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, അവർ ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിൽ അത് വെച്ചു എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ അല്ലെങ്കിൽ ഓർമ്മകളെ എങ്ങനെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്തു എന്നുള്ളത് അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നതും. അപ്പോൾ ഇനി ആ സെഗ്മെൻറ്റിലേക്ക് ഒരുപാട് സംഭവങ്ങൾ വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായി നിങ്ങൾ കാത്തിരിക്കുക. ഒപ്പം എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഷെയറും ചെയ്യണം. ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് സപ്പോർട്ട് ഫോർ മീ. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പെട്ടെന്ന് കാണാം അടുത്ത ആഴ്ച. അതുവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക.